വെൽക്കം ടു മാഗ്ന വിഷൻ ടി വിസ് ക്യൂസീൻ എക്സ്പ്ലോർ. ദിസ് ഇസ് അക്ഷത. ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ അഞ്ജു ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അഞ്ജു ചേച്ചി ഇന്നൊരു സ്പെഷ്യൽ ഒരു റെസിപ്പി ഷെയർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കയറിക്കോ, നമുക്കിന്ന് അങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അഞ്ജു ചേച്ചിനെയും പൊക്കിയെടുത്ത് നേരെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കി നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്താ ചേച്ചി നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? അല്ലെ, ഇന്ന് ശരിക്കും നിന്നെ പോലെ ഇത്തിരി മടിയുള്ളവർക്ക് പറ്റിയ ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. എന്തായിരിക്കും ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടിട്ട് എന്തായിരിക്കും? ഓക്കെ, ഞാൻ പറയാം. പറഞ്ഞോ. നമുക്ക് പൊട്ടാറ്റോ ഉണ്ട്, എഗ് ഉണ്ട്, ഓക്കെ, ചപ്പാത്തി ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിന് പൊട്ടാറ്റോ എഗ് റോൾ എന്ന് പേര്. അതെ, നമ്മളിന്ന് എന്തായാലും ഒരു റോളാണ് ചെയ്യാൻ പോണത്. അതായത് ഒരുപാട് കുക്കിങ്ങിന്റെ പരിപാടിയൊന്നുമില്ല. സാധാരണ ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ എന്തെങ്കിലുമൊക്കെ അടുക്കളയിലെ പാത്രങ്ങൾ മെയിൻലി അത് കഴുകി വെക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ടാസ്ക് ആണ്. അതെ, എനിക്കും ഏറ്റവും കൂടി പാത്രം കഴുകാനാണ്. ഞാനൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞുണ്ടല്ലോ, ആ പാത്രം ഞാൻ അവിടെ സിങ്കിൽ അങ്ങനെ ഇടും. എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ പാത്രം കഴുകണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുക. എനിക്ക് കുക്ക് ചെയ്യാനും ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടമാണ്. പക്ഷെ പാത്രം കഴുകുന്ന കാര്യം വരുമ്പോൾ ഭയങ്കര മടിയാണ്. പക്ഷെ വീട്ടിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ അമ്മ എന്നെ കൊണ്ട് സകല പാത്രവും കഴിപ്പിക്കും. ഞാൻ പറയും ഞാൻ ഉണ്ടാക്കാം, വേണ്ട നീ പാത്രം കഴുകിയാൽ മതി. ഇതാണ് എൻ്റെ പണി. എനിക്ക് പാത്രം കഴുകി മടുത്ത് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ സ്വന്തം ഒറ്റയ്ക്കാണല്ലോ നിൽക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പാത്രമൊക്കെ ഞാൻ തോന്നുന്ന പോലെ അവിടെ സിങ്കിലൊക്കെ ഇട്ടിട്ടൊക്കെ പോകും. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം നമുക്ക് മുട്ട വേണം, പൊട്ടറ്റോ, ക്യാരറ്റ്, ടൊമാറ്റോ, പിന്നെ മല്ലിയില, ഒനിയൻ, പിന്നെ ഒരു വെളുത്തുള്ളി ഒരു 2-3 അല്ലി, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. അതിൽ എണ്ണം കൂടുതൽ കാരണം ഞാൻ നടുവെ പിളർന്നിട്ടേ എനിക്ക് പൊളിക്കാൻ എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് 3-4 കഷ്ണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ ഒരു 2-3 അല്ലി മാത്രം എടുത്താൽ മതി. പിന്നെ സൺഫ്ലവർ ഓയിൽ, ഒരു ചപ്പാത്തി, ഇത്രയും സാധനം മതി നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പൊട്ടറ്റോയും മുട്ടയും കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ വെള്ളം എടുത്തോ. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ അതെ മുട്ടയും ഉരുളക്കിഴങ്ങും വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. അപ്പം നമ്മളിവിടെ 5 മുട്ടയും ഏകദേശം അത്യാവശ്യം സൈസുള്ള ഒരു 3 ഉരുളക്കിഴങ്ങുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനതിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ മുട്ട വേവണ സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടണം. ഒറ്റ ടൈപ്പിൽ അതെ, ഇതിൽ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് പോകണം. അപ്പം നമ്മളിതിന് ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. മുട്ട പുഴുങ്ങുമ്പോൾ ഇടുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ധാരാളിച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പൊട്ടറ്റോയ്ക്കകത്ത് വേഗം ഉപ്പ് പിടിക്കും. പിന്നെ ഉപ്പ് കാരണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഇതിനകത്തേക്ക് പൊട്ടറ്റോ ഇടുവാണ്. പൊട്ടറ്റോ ഇട്ടു, ഉരുളക്കിഴങ്ങ് ഇട്ടു. ഇനി ഇതിന്റെ മീതെ മുട്ട ഇടാം. മുട്ട നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങിന്റെ മണ്ടയിലേക്ക് വേഗം അക്ഷത പയ്യെ ചെവി വന്ന് പറയാം, രണ്ടും ഒരു പാനിലിട്ടില്ലേ നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പൊ അതാ ഞാൻ ഇന്ന് വന്ന് ചോദിച്ചത്. നന്നായിട്ട് കഴുകിയ മുട്ടയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊക്കെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോഴും ഞാൻ പറയാണ്, നമ്മൾ സൂക്ഷിച്ച് ഉപ്പിടുക. നമ്മൾ സാധാരണ മറ്റുള്ള കറിക്കൊക്കെ ഉണ്ടല്ലോ, ഈ ഉപ്പ് കൂടിപ്പോയാൽ വേഗം പറയും ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയെന്ന്. പക്ഷെ ഉരുളക്കിഴങ്ങിനകത്ത് ഉപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു രക്ഷയില്ല. അത് കളഞ്ഞിട്ട് അടുത്തത് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാർഗം. അതുകൊണ്ട് ഉപ്പിടുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപ്പിട്ടേക്കുക കേട്ടോ. അവസാനം ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഡിഷ് പിന്നെ ലാഗ് അടിച്ച്. അതെ അതെ. അപ്പം എന്തായാലും നമുക്കിതൊന്ന് പുഴുങ്ങിയിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മുടെ പൊട്ടറ്റോയും എഗ്ഗൊക്കെ നന്നായിട്ട് വെന്ത് ഞങ്ങളതാണെങ്കിൽ എടുത്ത് മാറ്റി ഇതിൻ്റെ 2 ബൗളിലാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ നമ്മൾ മൊത്തത്തിൽ ഒരു 5 മുട്ടയായിരുന്നു പുഴുങ്ങാനിട്ടിരുന്നത്. അതിൻ്റെ അകത്ത് 3 എണ്ണം നമ്മൾ കട്ട് ചെയ്ത്, അതായത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 എണ്ണം നമ്മൾ മയോണൈസ് ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു പാനാണ്. പാൻ. ഓക്കെ,
അപ്പം നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞൊന്ന് റോൾ ചെയ്യണ്ടേ. റോൾ ചെയ്യാനായിട്ടുള്ള ചപ്പാത്തി നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാനത് കുറച്ച് ബട്ടർ ഇട്ടാട്ടോ ചുട്ടെടുക്കുന്നത്. ബട്ടറിൽ നല്ലൊരു സോഫ്റ്റ് ആയി നല്ല ഒരു ടേസ്റ്റ് ഒക്കെ വരും. പ്രത്യേക രുചിയാണ്. ബട്ടറിന്റെ അകത്തിട്ട് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു കട്ടൻ ചായ അല്ലെ കട്ടൻ കാപ്പിയോ ഉണ്ടെങ്കിൽ അതിലൂടെ ഇങ്ങനെ കടിച്ച് കടിച്ച് കഴിക്കാനും ഭയങ്കര രസമാണ്. നമുക്കിന്ന് റോൾ ചെയ്തിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കടിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ബട്ടറിന്റെ അകത്തൊക്കെ ഇട്ടിട്ട്. അപ്പൊ നമ്മള് ബട്ടർ ഇട്ട് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കും. ഇവിടുത്തെ മാസ്റ്റർ ഷെഫാണ്. പക്ഷെ ഉണ്ടല്ലോ മടി പിടിച്ച് മാറി നിൽക്കണുണ്ട്. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി ഒന്നും ചെയ്യില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ചേച്ചിനെ പിടിച്ച് വെച്ച് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ വല്ലതും ഉണ്ടെങ്കിൽ കഴിക്കാമെന്ന് വിളിക്കണ ആളാണ്. ഒന്നുമില്ല, ഒന്ന് മാറി നിൽക്കണം. അപ്പൊ ഒരു കൈസഹായം ഇങ്ങോട്ട് വെച്ചോ. ഞാൻ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാപ്റ്റൻ പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ഞാൻ ചെയ്യാം. ചപ്പാത്തി ഒന്ന് ചുട്ടു. അല്ല പെട്ടെന്ന് തന്നെ അങ്ങനെ പണി തരാൻ വേണ്ടി പാടില്ല. ചുമ്മാ നിൽക്കുമല്ലേ വന്നപ്പോ. അതെ, കമ്പനി കിട്ടുന്ന സമയത്ത് ആണ് നമുക്കിങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. അല്ലാത്തപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഓരോന്നും ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറയുന്നുണ്ടാവും. ഇതാകുമ്പം എനിക്ക് റെസ്റ്റാണ്, ഞാൻ കഥ മാത്രം പറയുന്നു, ഞാൻ ടേസ്റ്റ് നോക്കുന്നു. ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നീ കുക്ക് ചെയ്യുമ്പോൾ ഞാനാണ് വന്നത് ടേസ്റ്റ് പറയുന്നത്. അപ്പൊ എന്തായാലും പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇടണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതിയേ. ഒന്നൊരു കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം. അതും ഒരു സൈഡ് മാത്രം മതി. നിങ്ങൾ ഇട്ടിട്ട് രണ്ടാമത്തെ സൈഡ് ഇടുമ്പോൾ ബട്ടർ ആഡ് ചെയ്യണം. ഓൾറെഡി ആ ചട്ടിയിൽ കുറച്ച് ഉണ്ടായിരിക്കും, അതിന്റെ ആ ഒരു ഇതുണ്ടാവും. അതെ. പിന്നെ വെച്ചാൽ നമ്മൾ ഒരുപാട് ബട്ടർ കഴിഞ്ഞാൽ പിടിച്ച് കഴിക്കുമ്പോഴേ കയ്യിലൊക്കെ പറ്റുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷെ വേറൊരു സാധനമുണ്ട്, ഈ മക്കൻ റൂട്ടി കഴിച്ചിട്ടുണ്ടോ? സാധാരണ നമ്മളിവിടെ ഞങ്ങളൊരു ടീം ലഞ്ചിന് പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ മക്കൻ റോട്ടി ഞാൻ കഴിക്കുന്നത്. ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവിടുത്തെ മക്കൻ റോട്ടി എന്ന് പറയുന്നത് ഈ ബട്ടറിൽ ഇങ്ങനെ മുക്കി കുളിപ്പിച്ചെടുത്ത പോലത്തെ ഒരു റൊട്ടിയാണ്. പക്ഷെ അത് അത്ര ടേസ്റ്റാണ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ അന്ന് കഴിച്ചത് മലായി ചിക്കനും ഹൈദരാബാദ് ചിക്കനും പറഞ്ഞിട്ട് 2 കറിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ മറ്റേ കബാബ് പ്ലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മക്കൻ റൂട്ടിൻ്റെ കൂടെ എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ ആ ഒരു കബാബ് സെറ്റ് ഉണ്ടല്ലോ, ആ കബാബ് സെറ്റാണ് എനിക്ക് അതിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അത് അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ഒരുപാട് ബട്ടറാണല്ലോ, കൊളസ്ട്രോൾ വരുമല്ലോ, അറ്റാക്ക് വരുമല്ലോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മലായി ചിക്കൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ, കഴിഞ്ഞ എപ്പിസോഡിൽ അക്ഷത ഉണ്ടാക്കിയ എഗ് മലായി അല്ലേ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ അതിവിടെ കഴിച്ചായിരുന്നു. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ചപ്പാത്തിയൊക്കെ അതെ ഇങ്ങനെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. അത് ഭംഗിയല്ലേ കാണാൻ. ആ ബട്ടറും കൂടെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഗ്ലേസിലും നല്ല സ്മെല്ലും കഴിക്കാനും നല്ല സോഫ്റ്റും കൂടി ആയിരിക്കും. അപ്പം നമ്മുടെ ചപ്പാത്തി തേണ്ടേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് മാറ്റി വെക്കുക. നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ അടുപ്പ് വെച്ചിട്ടുള്ള എല്ലാ പരിപാടിയും ഇതോടുകൂടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ അടുപ്പിൻ്റെ ആവശ്യമില്ല. ഇനിയുള്ളതെല്ലാം നമുക്കിനി മയണൈസ് റെഡിയാക്കണം. പിന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. അതായത് ഒരുപാടെല്ലാം നമ്മളൊന്ന് കുക്ക് ചെയ്ത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആ റോ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഇല്ലേ. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ആദ്യം പൊട്ടേറ്റോ മാത്രം നമ്മൾ സ്റ്റീം പുഴുങ്ങി എടുത്തു അല്ലേ. അതെ. അതായത് കുറെ ആൾക്കാർക്ക് ക്യാരറ്റൊക്കെ ചുമ്മാ പച്ചക്ക് കടിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കടിച്ചു കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പച്ചക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്താണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് മയണൈസ് ഉണ്ടാക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റിയെടുത്താലോ? അതെ. അപ്പം ഞാൻ നമ്മുടെ സ്റ്റൗവൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്കിനി അടുത്തത് മയണൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ? ഞാൻ കൈസഹായിനെ പിടിച്ച് ഇപ്പുറത്തേക്ക് അങ്ങ് നിർത്തി. കുറേ നേരമായിട്ട് വെറുതെ നിൽക്കുകയല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഇത്തിരി ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. അതെ, എനിക്ക് എന്നെ ഇവിടെ ഇപ്പുറത്തേക്ക് മാറി നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ എനിക്ക് പണി വരുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് തുടങ്ങിയാലോ? അതെ, നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് മയണൈസിന് എന്തൊക്കെയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ്? മുട്ട വേണം, ഓയിൽ വേണം, വെളുത്തുള്ളി വേണം, ഓക്കെ, വിനെഗർ വേണം, സോൾട്ട് വേണം. ഓയിൽ എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നിങ്ങൾ കോക്കനട്ട് ഓയിലൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയണൈസിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ശരിക്കും
നമ്മുടെ ട്രഡീഷണൽ ഫുഡിലൊക്കെയാണ് ശരിക്കും നമ്മുടെ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് നമ്മുടെ ഈ പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ഡിഷ് ഒക്കെ ഉണ്ടാക്കുകയാണെന്നാണെങ്കിൽ ഞാൻ പറയുന്നത് ബട്ടറിന്റെ അകത്ത് തന്നെ ഉണ്ടാക്കണം. കാരണം എന്നാൽ മാത്രമേ അതിന്റെ ആ ഒരു ഒതന്റിക് പിന്നെ കടുകെണ്ണ അവരുടെ ആ ഒരു ഫുഡിന്റെ സ്റ്റൈൽ തന്നെ വേറെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും സൺഫ്ലവർ ഓയിലിന് നിങ്ങൾ മയണൈസിന് നമ്മൾ സൺഫ്ലവർ ഓയിൽ മാത്രം യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. കോക്കനട്ട് ഓയിൽ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പം നമ്മുടെ ബ്ലെൻഡറൊക്കെ ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ഒഴിക്കാം അല്ലേ? ഓയിൽ ഒഴിക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെക്കാത്ത 2 മുട്ടയില്ലേ, ആ മുട്ട ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ 1 കപ്പ് ഓയിലാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ, അതെ. ഓയിൽ ഒഴിച്ചു. ഓക്കെ, അതിലേക്ക് ഇനി നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന 2 മുട്ട ഇതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണേ. പിന്നെ ഗാർലിക്. ശരിക്ക് ഗാർലിക് മയോ എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ്. എനിക്ക് നോർമൽ മയോ ഉണ്ടല്ലോ, നോർമൽ മയോനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഗാർലിക് മയോ ആണ്. അപ്പം ഞാൻ ഇവിടെ 2 അല്ലി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ്. അതെ, അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ഒരു 3 മുഴുവനുള്ള 3 അല്ലി നമ്മൾ ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഉപ്പ് നമുക്ക് ആവശ്യത്തിന്. എനിക്ക് ഉപ്പിടുന്ന കാര്യത്തിൽ എപ്പോഴും പേടിയാണ്, അതുകൊണ്ട്. ഇനി ആവശ്യത്തിന് പുളിപ്പിനുള്ള വിനേഗർ 1 ടേബിൾ സ്പൂൺ. അത് മതിയാവും അല്ലേ? ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു, കാരണം നമുക്ക് എഗ്ഗ് 2 ഉണ്ടല്ലോ. അതെ, ഓക്കെ. പിന്നെ നമ്മൾ ചേർക്കുന്ന പൊട്ടറ്റോയ്ക്കൊക്കെ ഒരു പുളിയുടെ ടേസ്റ്റും കൂടെ വരണം. ആ സാലഡിൽ നമുക്ക് ഒരു പുളിപ്പ് കിട്ടണം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എഗ്ഗും ഓയിലൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും വയറിനും തൊണ്ടയ്ക്കൊക്കെ ചിലപ്പോൾ പ്രശ്നം വന്നാലോ എന്നൊക്കെ ഒരു പേടി കാണും. അതിനുള്ള ഒരു ഒറ്റമൂലിയാണ് കുരുമുളക്. അപ്പം നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ മയോന് ഒരു എരിവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലായി. ഇനി അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല സ്മൂത്തായിട്ട് നല്ല പഞ്ഞി പോലെ വരണം. അപ്പോൾ നമുക്ക് ഇനി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കൊന്ന് നന്നായിട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് നമ്മുടെ പ്രേക്ഷകരെയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ടേ. അടിപൊളിയായിട്ടില്ലേ? അതെ, നല്ല ക്രീമി ആയി, നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടോ വീട്ടിൽ മയണൈസ് ഉണ്ടാക്കുന്നത്. മയണൈസ് ഞങ്ങൾ അധികം അങ്ങനെ മേടിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയും ഇവിടുത്തെ മയണൈസ് ഒന്നും അല്ല, ദുബായിലത്തെ ഷവർമയും അൽഫാമും ഒക്കെയാണ് ടേസ്റ്റ്. അതെ, അവിടെയൊക്കെയാണ് മയണൈസ് ശരിക്കും മയണൈസ് കിട്ടുന്നത്. ഇവിടുത്തെ മയണൈസൊക്കെ ഉടായ്പ മയണൈസാ, വയറിനൊന്നും പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയും. അതെ, മയണൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ചിലർ മുട്ട വാട്ടി ഉണ്ടാക്കുന്നവരുണ്ട്, പച്ചമുട്ടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇത് കുക്ക് ചെയ്ത് നമ്മൾ എടുത്തോണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് ഈ മയണൈസ് അധികം നമുക്ക് വെക്കാനും പറ്റത്തില്ല. നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് 1-2 ദിവസം മാത്രം, അതിൽ കൂടുതൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനും പാടില്ല. അത് മാത്രമല്ല, കുട്ടികളുള്ള വീട്ടിൽ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഈ പിള്ളേർക്ക് മയണൈസ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്, മയണൈസും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ ഇനി മയണൈസ് ഉണ്ടാക്കുമ്പം കുക്ക് ചെയ്തിട്ട് ഇതുപോലെ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് മയണൈസ് ഉണ്ടാക്കി കൊടുത്തു, എന്തോരം മണിക്കെങ്കിലും കഴിച്ചോട്ടെ, വയറിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാലോ. അപ്പം ഉരുളക്കിഴങ്ങിൻ്റെ അകത്തേക്ക് നമ്മൾ നമ്മുടെ മയണൈസ് ഒഴിക്കുകയാണ്. ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കേട്ടോ, നമുക്ക് എത്ര ക്രീമി ആക്കണം എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു ഇതാണ്. പക്ഷെ നമ്മളിപ്പോൾ കറക്റ്റ് അളവിന് എടുത്തേക്കുന്നതുകൊണ്ട് നമ്മളത് മുഴുവൻ ഇടുകയാണ്. ഇനി എന്താ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ എല്ലാ ഐറ്റംസും ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നല്ല കളർഫുൾ ആയിട്ടൊക്കെ കിട്ടും.
ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ക്യാരറ്റിന്റെ ഒക്കെ ഒരു റോ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ റോള് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് വേണമെങ്കിൽ സാലഡ് ആയിട്ടും കഴിക്കാം കേട്ടോ. അതായത് ഇപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ ചപ്പാത്തി ഉണ്ട്, നമ്മളപ്പോ അതൊരു ഫില്ലിംഗ് പോലെ ആക്കി റോളാക്കി എടുക്കുന്നു. പക്ഷേ ചപ്പാത്തി ഇല്ലാന്നാണെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സാലഡ് ആയിട്ടും കഴിക്കാം. വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സാലഡ്, ഒരു ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു സാലഡും കൂടെയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ മയോണൈസാണ് ഉള്ളത്, പിന്നെ പൊട്ടാറ്റോ ഉണ്ട്, പിന്നെന്താ മുട്ടയുണ്ട്, പിന്നെ വെജിറ്റബിൾസ്. ചിലർക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതെ, പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു നേരത്തേക്ക് വിശക്കത്തില്ല. കാരണം എല്ലാ ചപ്പാത്തിയും എഗ്ഗും പൊട്ടറ്റോയും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് കുറച്ച് സമയം വിശക്കാതെ ഇരിക്കും. അതെ, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ബോറടിക്കും അതുകൊണ്ട് ഫുഡ് കഴിക്കുന്നൊക്കെ പറയുന്ന ഞാൻ അങ്ങനത്തെ ഒരാളാണ്. മാത്രമല്ല അപ്പോ കുക്ക് ചെയ്ത് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ കാണുമല്ലോ. അതെ, ഇപ്പൊ പിള്ളേർ സെറ്റൊക്കെ ആണെങ്കിൽ അച്ഛനെ അമ്മേനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ പുറത്ത് പോയി പഠിക്കുന്ന ആൾക്കാര്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാര്, വർക്കിനൊക്കെ പോകുന്ന ആൾക്കാര്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇപ്പം കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫ്ലോപ്പ് ആകാതെ കറക്റ്റ് ആയിട്ട് അതേ ടേസ്റ്റിൽ വേഗം തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇത്. അതെ, ഞാൻ അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ മയോണൈസിനകത്ത് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് മുട്ട ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ക്യാരറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്യാം. അതെ, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ടൊമാറ്റോസും കുറച്ച് ഒനിയനും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഒരു ഭയങ്കര മാനസിക സംതൃപ്തി അല്ലേ ഞാൻ അതെങ്ങനെ പറയാൻ വേണ്ടി വരുമായിരുന്നു. ആ കളറൊക്കെ മാറിയപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു കൊള്ളാലോ, ഇത്രയും നേരം വെള്ള കളറായി നിന്ന സാധനം ഒരു ഓറഞ്ച് കളറൊക്കെ വന്നു. ഈ ഫുഡ് കഴിക്കില്ലാത്ത പിള്ളേരൊക്കെ ഉണ്ടല്ലോ, കഴിപ്പിക്കാൻ പറ്റും. കാരണം നല്ല കളർഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് വേഗം വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല കഴിപ്പിക്കാൻ വേണ്ടി. അതെ അതെ, നമ്മുടെ കാരണം ചില കുട്ടികൾക്കുണ്ടല്ലോ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ അവരത് അങ്ങോട്ട് കഴിച്ചങ്ങ് പൊക്കോളും. നല്ല ക്യൂട്ടായിട്ട്. വേറെ പിള്ളേരുണ്ട്, ഞാൻ പറയാറുണ്ടല്ലോ എൻ്റെ വീട്ടിലിങ്ങനെ കുറേ പിള്ളേരുണ്ട്, അച്ഛൻ്റെ അനിയൻ്റെ മക്കളൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ കുറേ കസിൻസ് ഉണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, എൻ്റെ 2 ചേട്ടന്മാർ, ഞങ്ങൾ 3 പേരും. അപ്പം ഞങ്ങളാണ് അവിടുത്തെ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്ന പോലെ വലിയ ആൾക്കാർ വീട്ടിലെ. അപ്പം ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് പിള്ളേർ അതേപോലെ തന്നെ സെയിം ഇങ്ങനെ എന്താ നമ്മളെ മിമിക് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുവാണെങ്കിൽ പിന്നെ പിള്ളേർ ആ ഫുഡേ കഴിക്കും. കാരണം ചേച്ചിയും ചേട്ടനും നല്ലതാണെന്ന് പറഞ്ഞതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മിമിക് ചെയ്യുന്ന പിള്ളേരുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സാലഡൊക്കെ ഉണ്ടാക്കി ടി വിൻ്റെ മുമ്പിലൊക്കെ പോയി ഇരുന്ന് കൊള്ളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിള്ളേര് അമ്മ എനിക്കൊരു സ്പൂണ് പറഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത സാധനം ഇട്ടാലോ? ഓക്കെ, അടുത്തത് ഇട്ടോ. അടുത്ത നമുക്ക് സവാള ഇടാം, കാരണം എനിക്ക് സവാള ഭയങ്കര ഇഷ്ടം. അത് ശരി കേട്ടോ. ഞാൻ കണ്ടിട്ട് ചിലര് അത് കഴിക്കണം കണ്ടിട്ടാണ് ഞാനും കഴിച്ചു വെക്കുന്നത്. നല്ല ചൂടൻ ചോറിൻ്റെ അകത്തെ വെളിച്ചെണ്ണയും സവോളയും ഉപ്പും, വേറൊന്നും ചേർക്കൂല, വേറെ ഒന്നും വേണ്ട. ഇവിടെ അത് നന്നായിട്ട് ഞെരടിയിട്ട് ചോറിൻ്റെ കൂടെ, നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ കഴിക്കും. പക്ഷെ അങ്ങനെ ഞാനും കഴിച്ചു നോക്കി, ഭയങ്കര ടേസ്റ്റ്. നമ്മൾ ഈ കഞ്ഞിയൊക്കെ കുടിക്കൂലേ, കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയത്തും ചേച്ചി സവാള അരിഞ്ഞിട്ട്. പിന്നെ അതേപോലെ തന്നെ പുഴുങ്ങിയ കപ്പയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അവിടെയും സവാളയും നമ്മുടെ കാന്താരി മുളകും എണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നത്. സവാള വെള്ളം വരുന്നത് പറഞ്ഞപ്പോ സവാള എല്ലാത്തിന്റെ അടുത്ത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സാധനം. സത്യം, സവാള ഇല്ലാത്തൊരു ജീവിതം കടന്നു പോകുന്നില്ല ഒരു ദിവസം. സവാള കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ എനിക്കൊക്കെ വെപ്രാളോ, അയ്യോ എവിടെ ഇപ്പൊ ഓർഡർ ചെയ്യണം സവാള എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തീർന്നു പോകും. എല്ലാത്തിലും ഞാൻ സവാള ഇടും. എനിക്ക് സവാള ഇല്ലാണ്ട് എനിക്കൊരു കറി ഉണ്ടാക്കാനും അറിയില്ല. എനിക്ക് മടി പിടിക്കുന്ന ദിവസം ഈ കൊച്ചുള്ളി പൊളിക്കാൻ വേണ്ടി ഇത്തിരി പാടാണല്ലോ, ആ സമയത്ത് സവോള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഒറ്റ സവോളയിൽ കാര്യം തീർന്നു. നമ്മളാണല്ലോ കഴിക്കുന്നത്, അപ്പൊ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ. അപ്പൊ നമ്മുടെ സവോളയും നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പൊട്ടറ്റോ ആഡ് ചെയ്യാം. അല്ല, പൊട്ടറ്റോ അല്ല, ടൊമാറ്റോ ആഡ് ചെയ്യാം. നമ്മളെ ലാസ്റ്റത്തെ വെജിറ്റബിൾ തക്കാളിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ ഒരു സവോളയുടെ ആ ഒരു കളറും ക്യാരറ്റിന്റെ കളറും തക്കാളിയുടെ കളറും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കളർഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് പച്ചപ്പും കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ.
അതും കൂടെ ആയിക്കഴിഞ്ഞാൽ സെറ്റായി. കണ്ടോ ആ ഒരു നല്ല ആ ഫുൾ കളർഫുള്ളായി. നമ്മൾ തുടങ്ങിയപ്പം ഉണ്ടായിരുന്ന ആ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളയും മുട്ടയുടെ ആ ഒരു ഇതും മയണൈസും ഒക്കെ മാറി ഓറഞ്ചും മാത്രല്ല നല്ലൊരു സ്മെല്ലും വന്നു തുടങ്ങിയില്ലേ ആ തക്കാളി കിട്ടുമ്പോഴത്തേക്ക് അല്ലേ? അതിന്റെ എല്ലാം കൂടെ അതെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ആയി കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തക്കാളി മിക്സായി. അതെ, ഇനി കുറച്ച് മല്ലിയില. മല്ലിയില നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം നിങ്ങൾ ഇടട്ടെ. എല്ലാവർക്കും മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ മല്ലിയില ഇടുന്ന ചില ഫുഡിനുണ്ടാവും ഭയങ്കര ടേസ്റ്റ്. എനിക്ക് രസത്തിന്റെ അകത്ത് മല്ലിയില ഇട്ട് ഈ രസത്തിന്റെ അകത്ത് മല്ലിയില വേണം കേട്ടോ. പിന്നെ അതേപോലെ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോഴും അവസാനം കുറച്ച് മല്ലിയില ഇടുന്നത് അത് മസ്റ്റാ. ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരു രസം കിട്ടൂലേ, അതിൻ്റെ അകത്ത് അവർ മല്ലിയില എന്ന് പറഞ്ഞാൽ അങ്ങ് വാരി വെതറും. പക്ഷെ ഉണ്ടല്ലോ അപ്പൊ കിട്ടുന്ന ആ ഒരു മണത്തിന്റെയും ആ ടേസ്റ്റും ഉണ്ടല്ലോ, അത് ഒരു വല്ലാത്തൊരു ഫീലാണ് ശരിക്കും. വേറെ ചോറിന് വേറെ കറിയൊന്നും വേറെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ചതൊക്കെ കോയമ്പത്തൂരാണ്. എന്റെ ഉച്ചക്കത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അവിടുത്തെ ആ പച്ചരിച്ചോറും അവിടുത്തെ രസമാണ്. ഈ രസം തക്കാളി രസമാണ് അവരുണ്ടാക്കുക. അപ്പൊ ഈ പറഞ്ഞ പോലെ മല്ലിച്ചപ്പ് ഇങ്ങനെ മേളിൽ ഇങ്ങനെ പൊന്തി കിടക്കും. പക്ഷെ ആ മല്ലിച്ചപ്പും കൂടെ കൂട്ടി ആ രസം ചോറിലേക്ക് ഒഴിച്ച് ഒരു അപ്പളവും കൂടെ പൊട്ടിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ കറി ഒന്നും വേണ്ട നിങ്ങൾക്ക്. ആ ഒരു അപ്പളം, ആ ഒരു രസം, ആ ചോറ്, അത്രയും മതി നിങ്ങൾക്ക്. അതുപോലെ സാമ്പാറിന്റെ അകത്ത് മല്ലിയില. പണ്ടൊക്കെ ആയിരുന്നു മലയാളികൾ മല്ലിയില കുറച്ച് കഴിച്ചോണ്ടിരുന്നത് അല്ലേ? പക്ഷെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും ഇപ്പം മല്ലിയില ഉപയോഗിച്ചു തുടങ്ങി. അപ്പൊ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ മല്ലിയില നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ നമുക്ക് മല്ലിയില ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് അധികം മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്കിത് സാലഡ് ആയിട്ടും ശരിക്കും പറഞ്ഞാൽ കഴിക്കാം. ഇതിന്റെ മേലിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സാലഡ് റെഡിയായി. പക്ഷെ നമ്മളിപ്പോ ചപ്പാത്തിയൊക്കെ എടുത്ത് റോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരുപാട് പാത്രം കഴുകാൻ മടി, ഞാൻ പറഞ്ഞില്ല മടിയന്മാർക്കുള്ള ഡിഷാണ്. ഇനി ഇത്രയും പരിപാടി കഴിഞ്ഞാൽ ഇപ്പൊ ആകെപ്പാട് നമ്മൾ ആ മുട്ട പിടിങ്ങി ഒരു പാത്രം, പിന്നെ ചപ്പാത്തി പാത്രം, ആ 2 പാത്രം ഉള്ളു പിന്നെ ഈ മിക്സ് ചെയ്യണത്. ഇനി നമ്മൾ ഈ ചുട്ടു വെച്ചേക്കണ ചപ്പാത്തി ആളുടെ എണ്ണ അനുസരിച്ച് റോൾ ചെയ്ത് അങ്ങ് കൊടുത്തേച്ചാൽ മതി. അവര് കൈ പിടിച്ചങ്ങ് കഴിച്ചോളും. വേറെ പാത്രത്തിന്റെ ഒരു കാര്യത്തിൽ ഇനിയിപ്പോ പാത്രം കഴുകണല്ലോ എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഈ ഫുഡ് ഇതിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ നമുക്കിത് ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, എനിക്ക് വേണമെങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി റോൾ മറ്റേ കട്ട് ചെയ്ത് എൻ്റെ ടിഫിൻ ബോക്സിൽ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്കും കാണുമ്പോൾ ഓ റിച്ച് ഫുഡാ കഴിക്കുന്നതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമല്ലോ. അതേപോലെ പിള്ളേർക്ക് നമുക്ക് ടിഫിനിൽ കൊടുത്തുവിടാം. അതെ, അങ്ങനെ ഒരു നല്ലൊരു ഡിഷും കൂടെ ആയത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, പിന്നെ പിള്ളേരെ പറ്റിക്കാനും കൂടെ പറ്റുന്ന ഒരു ഡിഷും കൂടെ ആയത്. അതെ. ഇനി എന്തായാലും അടുത്ത ഒരു ടാസ്ക് എന്ന് പറഞ്ഞത് ഇത് റോൾ ചെയ്യാന്നുള്ള, അത് ഞാൻ അക്ഷതയ്ക്ക് കൊടുക്കുക. ഞാൻ അക്ഷതയ്ക്ക് കൊടുക്കാൻ പറഞ്ഞേക്കും ചാടിക്കുന്നത് ചേച്ചി ചെയ്യും. അപ്പൊ ഞാൻ റോൾ ചെയ്യുന്ന ടാസ്ക് പഠിച്ചു. ശരിയാവില്ല എന്ന് ഇപ്പൊ പഠിപ്പിക്കുകയാണ്. എനിക്ക് പഠിച്ചു. ഓക്കെ, ഞാൻ ആ ചാലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ക്രോസ് ആയിട്ട് നേരെ അങ്ങ് കുറച്ച് വെച്ചോളുക. ഓനിയൻ ഇട്ടു, കുറച്ച് ക്യാരറ്റ് വെച്ചു. അപ്പം ഞാൻ സക്സസ്ഫുള്ളി നമ്മുടെ റോള് എങ്ങനെയൊക്കെയോ കുറച്ച് ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി ഒന്ന് ശരിയാവാനുണ്ട്. സാരമില്ല, നമുക്ക് 2 കൂടെ ഫില്ല് ചെയ്ത് അങ്ങ് പഠിക്കാം അല്ലേ? പഠിക്കാം. ഇപ്പം അതെ, ആ ഒരു ചപ്പാത്തിയുടെ ബട്ടറൊക്കെ തേച്ച് അതെ, ആ നമ്മുടെ ആ സാലഡും കൂടെ ആയപ്പോഴത്തേക്കും ഒരു കോമ്പിനേഷൻ അങ്ങ് കംപ്ലീറ്റ് ആയി. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് വേറൊരു സംഭവം കൂടെ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ വെജിറ്റബിൾസ് നമ്മൾ ഇട്ടല്ലോ നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട്, ഇതിന്റെ മേലിൽ കുറച്ച് ചാറ്റ് മസാല ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കൂടെ ആഡ് ചെയ്യും. ജസ്റ്റ് ഓപ്ഷണൽ ആണ്, നമുക്ക് ആവശ്യം. കെച്ചപ്പ് നന്നായിട്ട് പോകും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ അകത്തേക്ക് നിങ്ങൾക്ക് കഴിക്കാൻ കേട്ടോ. അതെ, പക്ഷെ ബേസിക്കലി ഇത്ര നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ പറഞ്ഞത് ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ കുറേ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഷസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കുക്ക് ചെയ്യുന്ന സ്റ്റൈൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ മതി. അപ്പം നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങളിത്
ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഡിഷ് എന്തായാലും റെഡി ആയിട്ടുണ്ട്.